സർപ്പങ്ങള് കാവലിരിക്കുന്ന സ്ഥലാ ഇത്. എല്ലാവർക്കും പേടി എവിടെ വരാൻ. ഇത് കൂടല്ലൂർ മന അഥവാ നാഗലേശ്ശേരി മന. നിരവധി മലയാളം തമിഴ് സിനിമകൾക്ക് ചിത്രങ്ങളുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ. കൂടല്ലൂർ മന കേരളത്തിന്റെ നളന്ദ എന്നോ തക്ഷശില എന്നോ വിളിക്കാവുന്ന സർവകലാശാല തന്നെയാണ്. 14 തലമുറക്കാലം വ്യാകരണവും ന്യായവും കാവ്യവും പഠിപ്പിച്ചു. ഇന്ത്യയിലെ തന്നെ പേരുകേട്ട മലയാളി നമ്പൂതിരി തറവാട്. അപ്പൊ ഇതാണ് മാടമ്പി തറവാട്. ആരാ ഒന്ന് പിടിച്ചേ. ഏകദേശം 450 വർഷത്തെ പഴക്കമുള്ള ഈ കൂടല്ലൂർ മനയിൽ പടവുകൾ കെട്ടിയ മനോഹരമായ 2 കുളങ്ങൾ ഇന്നുമുണ്ട്. 3 കുളങ്ങൾ ഉണ്ടായിരുന്നു. 5 കിണറുകൾ മനയുടേതായി ഇപ്പോഴും നിലവിലുണ്ട്. മഹർഷിയായ പതഞ്ജലിയുടെ പ്രതിഷ്ഠയുള്ള ഏക സ്ഥലമാണ് കൂടല്ലൂർ മന. മഹർഷിയുടെ ഉള്ളം കൈയിൽ സ്വർഗത്തിൽ നിന്നും പതിച്ച ചെറിയ ഒരു സർപ്പരൂപം ആദിശേഷന്റെ അവതാരമാണെന്നും ആ നാഗരാജ പ്രതിഷ്ഠയുടെ കീർത്തിയിലാണ് മന ഉൾക്കൊള്ളുന്ന സ്ഥലം നാഗരാജ ശ്രേണി അഥവാ നാഗലശ്ശേരിയായി അറിയപ്പെട്ടതെന്നും പറയുന്നു. പരമ്പരാഗത രീതിയിലുള്ള വലിയ 4 കെട്ടും ഏകദേശം 40ലധികം മുറികളും ഇതിന്റെ പ്രത്യേകതയാണ്. വലിയ ലൈബ്രറിയും വിവിധതരം പാത്രങ്ങളും വിളക്കുകളും ഭരണികളും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് മുറികളിൽ. സന്തോഷ് ശിവൻ സംവിധാനം ചെയ്ത 2005 പുറത്തിറങ്ങിയ അനന്തഭദ്രം എന്ന നമ്മളെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള പൃഥ്വിരാജിന്റെ സിനിമ കാണിക്കുന്ന പൃഥ്വിരാജിന്റെ ക്യാരക്ടറെ അനന്തന്റെ മാടമ്പി തറവാട് ചിത്രീകരിച്ചിരിക്കുന്നത് ഈ കൂടല്ലൂർ മനയിലാണ്. അനന്തഭദ്രം കൂടാതെ ഒരു വടക്കൻ വീരഗാഥ, നോട്ടം തുടങ്ങിയ ഒരുപാട് സിനിമകളുടെ ഷൂട്ടിംഗ് ഈ മനയിൽ നടന്നിട്ടുണ്ട്. മനയുടെ മുൻവശത്തെ വാതിലിന്റെയും തിണ്ണയുടെയും മുകളിലുള്ള മച്ചിലെയും കൊത്തുവേലകൾ ആരെയും ആകർഷിക്കുന്നതും അതിശയിപ്പിക്കുന്നതുമാണ്. നിലവിലെ നമ്പൂതിരി തറവാടുകളിൽ ഇന്ന് ഏറ്റവും വലിയ നടുമുറ്റമാണ് കൂടല്ലൂർ മനയ്ക്ക് അവകാശപ്പെടാനുള്ളത്. നടുമുറ്റത്ത് ചതുരത്തിൽ കെട്ടിയ തറയിൽ വളർന്നു നിൽക്കുന്ന ഒട്ടുമാവ് നല്ല തണലേകുന്നുണ്ട്. കൂടാതെ ഇവിടെ കാണാൻ സാധിക്കുന്നത് മുല്ലത്തറ, കരിങ്കൽ വിളക്കുകൾ, നമസ്കാരക്കല്ല്, ഓണത്തിന് പൂക്കളമിടാനുള്ള തറ, തിരുവാതിരക്കളിക്കും കൈകൊട്ടിക്കളിക്കും മുറ്റത്ത് പ്രത്യേക സ്ഥലം. പാതിരാപ്പൂച്ചൂടലും കുടിവെപ്പും നടന്നത് ഈ മുറ്റത്ത് വെച്ച് തന്നെ. ഇപ്പോൾ 8 കെട്ടാണ് ബാക്കിയുള്ളത്. പ്രധാന 4 കെട്ടിനുള്ളിലാണ് ഭഗവതിയും പതഞ്ജലി പ്രതിഷ്ഠയും ശ്രീകൃഷ്ണനും സരസ്വതിയും ശിവനും കുടികൊള്ളുന്നത്. നമ്മൾ ഈ 4 കെട്ടിന് ഉള്ളിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നടുമുറ്റത്ത് ഒരു മഹാവിഷ്ണുവിന്റെ വിഗ്രഹം ഇരിക്കുന്നത് നമുക്ക് കാണാം. അപ്പൊ അതിന് പിന്നിൽ എന്തോ ഒരു കഥയുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ ആ കഥ എന്താണെന്ന് നമുക്ക് അദ്ദേഹം പറയുന്നത് കേൾക്കാം. അപ്പോൾ ആ അമ്പലത്തിൽ പ്രതിഷ്ഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ പ്രതിഷ്ഠ. അപ്പോൾ ഈ പ്രതിഷ്ഠയുടെ അവസാനത്തെ പണി എന്താ അറിയോ? പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കണ്ണ് പിടിക്കുക. അത് ആ ശില്പി സ്വർണ്ണ സൂചി കൊണ്ട് വരച്ചാൽ മതി, അവർക്ക് അതിനുള്ള കഴിവുണ്ട്. പക്ഷെ അതിന് മുമ്പ് ആ ശില്പി മരിച്ചു പോയി. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടില്ല. പിന്നെ വേറൊരു ശില്പിക്ക് അത് ചെയ്യാനും പാടില്ല. അപ്പോൾ അതിവിടെ വെറുതെ വെച്ചതാണ്, പൂജയൊന്നുമില്ല. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഭരണികളാണ് ഈ ഒരു അടിയിൽ ഒരു അറയിലായിട്ട് വെച്ചിരിക്കുന്നത്. ഇതിൽ വലുതായിട്ട് കാണുന്ന ഭരണിയെ കുറിച്ച് പറഞ്ഞത് 1000 ഉപ്പുമാങ്ങ കൊള്ളുന്ന ഭരണി എന്നാണ് പറഞ്ഞത്. കാണാൻ തന്നെ ഭയങ്കര വലിപ്പമുള്ള ഭരണികളാണ്. അത്രയും പഴക്കം ചെന്ന ഭരണികളാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു മനയിലൊരു 3 കുളങ്ങൾ ഉണ്ടായിരുന്നു. അതുകൂടാതെ 5 കിണറുകൾ ഉണ്ടെന്നും. അപ്പം അതിലൊരു കിണറാണ് ഇപ്പോൾ ഈ കാണുന്നത്. അതായത് അകത്തു നിന്നും നമ്മൾ വെള്ളം എടുക്കുന്ന പഴയ സിനിമയിലൊക്കെ കാണുന്ന ടൈപ്പ് കിണർ.
ദേ ആ കാണുന്ന പടിപ്പുര കടന്നാണ് നമ്മുടെ അനന്തഭദ്രൻ സിനിമയിൽ മാടമ്പി തറവാട്ടിലേക്ക് പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറായ അനന്തൻ കടന്നു വരുന്നത്. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നതാണ് ഇതിലിവിടെ ഉണ്ടായിരുന്ന 3 കുളങ്ങളിൽ ഒരു കുളം. ഈ കുളം കാണാൻ ഒരു രക്ഷയില്ല, അടിപൊളി കുളമാണ്. ഈ കുളത്തിൽ വെച്ചാണ് മറ്റേ അനന്തഭദ്രൻ സിനിമയിലെ കാവ്യമാധവൻ്റെയും പൃഥ്വിരാജിൻ്റെയൊക്കെ കുറേ സീനുകൾ ഇവിടെ എടുത്തിട്ടുണ്ട്. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അന്ന് ഇതിലും വെള്ളം താഴ്ത്തായിരുന്നു, അടിയിലേക്ക് കൽപ്പടിയുണ്ട്. ഗായത്രിയെ എല്ലാവരും ചേർന്ന് മാടമ്പിയിലെ അടുത്ത ദേവിയാക്കാൻ ഒരുങ്ങി. പക്ഷേ സേതുമായി ഇഷ്ടത്തിലായിരുന്നു ഗായത്രി. ദേവിയായാൽ വിവാഹം പറ്റില്ലല്ലോ, അതുകൊണ്ട് സേതുമായി ഒളിച്ചോടി അവള്. എങ്ങോട്ട്? ഇങ്ങോട്ട്. പിന്നീട് ശിവപുരത്തേക്ക് അവൾക്ക് തിരിച്ചു പോകാൻ പറ്റിയില്ല. ശിവകാവിലെ വിളക്കുകൾ തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കാനും പറ്റിയില്ല. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു വടക്കൻ വീരഗാഥ സിനിമയിൽ അതിൽ കുറച്ച് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തൊരു സ്ഥലമാണ്. ഈ നാലുകെട്ടിനുള്ളിൽ ഉണ്ണിയാർച്ചയുടെ കിടപ്പമുറി ആയിട്ടുള്ള രംഗങ്ങൾ ചിത്രീകരിച്ചത് ഈ ഭാഗത്താണ്. കാണാൻ കയറി പോകുന്നത് വടക്കൻ വീരഗാഥ സിനിമയിലെ ഉണ്ണിയാർച്ചയുടെ കിടപ്പമുറിയാണ്. കുഴപ്പമില്ല. ഇവിടെ നോക്കി കഴിഞ്ഞാൽ കുളം കാണാം. നല്ല അടിപൊളി വ്യൂ ആണ് താഴെ കേട്ടോ. അറിഞ്ഞില്ലേ നിന്റെ അമ്പലത്തിൽ നിന്ന് മുറ്റത്ത് കഥകളി കാണാൻ ആളുകൾക്ക് ഇരിക്കുവാനുള്ള പടവുകൾ വലുതാക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. കൂടല്ലൂർ കളരിയിൽ നിന്നാണ് ഇന്നത്തെ ലോകപ്രശസ്ത കഥകളി നടന്റെ ആദ്യ ചുവടുവെപ്പിന്റെ നാണ്യം കുറിച്ചത് കലാമണ്ഡലം ഗോപിയാശാൻ. കലാമണ്ഡലം ഗോപിയാശാന്റെ കഥകളിയുടെ തുടക്കം ഇവിടെ വെച്ചാണ്. കഥകളി കാണാൻ ആളുകൾക്ക് ഇരിക്കാനുള്ള പടവുകൾ വലുതാക്കി ഉണ്ടാക്കിയതിന്റെ അടുത്ത് തന്നെ ആനകൾക്ക് മുറ്റത്തേക്ക് ഇറങ്ങാനായി ആനപ്പടവും ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ആനപ്പടവ്. ഈ കാണുന്നതാണ് കഥകളി നടക്കുന്ന കളരി. ആ കാണുന്നതാണ് ഇരിപ്പിടം. ആ ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ടാണ് ആളുകൾ കഥകളി ആസ്വദിച്ചിരുന്നത്. ഇത് മാടമ്പിത്തറവാടിലെ മഹാമാന്ത്രികൻ മാധവ ഗുരുക്കൾ. ഇത് കാർത്തിയാനി അമ്മ. ഒന്ന് പറയാ, ആരാ കുട്ടിയെ? ഒന്ന് മാറിക്കേ. ആരാ?
അവസാന തലമുറയിലെ ലോകപ്രശസ്ത ന്യൂറോ സർജനായിരുന്ന ഡോക്ടർ നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മകനായ ഡോക്ടർ KN ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടാണ് കൂടല്ലൂർ മനയുടെ ഇന്നത്തെ അവകാശി. 1995 ഡോക്ടർ നാരായണൻ നമ്പൂതിരിപ്പാട് അന്തരിച്ചത്. അദ്ദേഹം ക്രിസ്തീയ മതപ്രകാരമാണ് ജീവിച്ചത്. അദ്ദേഹത്തിന്റെ ശവക്കല്ലറ മനയുടെ മുൻവശത്ത് ഉയർന്നൊരു പറമ്പിലായിട്ടുണ്ട്. ഡോക്ടർ നാരായണൻ നമ്പൂതിരിപ്പാട് ഇംഗ്ലീഷ് ഭാഷയോട് കൂടുതൽ അടിമപ്പെടുകയും വിദേശത്ത് വിദ്യാഭ്യാസത്തിന് വേണ്ടി പോവുകയും ചെയ്തതോടെ സംസ്കൃതവുമായുള്ള ബന്ധം ഏറെ വിട്ടുപോയി. മദ്രാസിൽ നിന്നും അദ്ദേഹം MBBS എടുക്കുകയും നാട്ടിൽ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു. പിന്നീട് സർജറി പഠിക്കാൻ വേണ്ടി ഇംഗ്ലണ്ടിൽ പോവുകയും ക്രിസ്തുമതം സ്വീകരിക്കുകയും ചെയ്തു. മനയുടെ മുന്നിൽ തന്നെ നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ ശവകുടീരവുമുണ്ട്. ശവകുടീരത്തിന്റെ മുകളിൽ യോഹന്നാന്റെ സുവിശേഷം ഉദ്ധരിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ തന്നെ പുനരുദ്ധാരണവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. മതം മാറിയെങ്കിലും പേര് മാറാൻ അദ്ദേഹം സമ്മതിച്ചിരുന്നില്ല. പേരും വിശ്വാസവും തമ്മിൽ ഒരു ബന്ധം ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. സർപ്പക്കാവ് മനയ്ക്ക് നേരെ മുമ്പിൽ കുറച്ച് ഉയർന്ന സ്ഥലത്തായിട്ടാണ് നിലകൊള്ളുന്നത്. 14 തലമുറകൾ മാറി മറഞ്ഞു വന്നൊരിടം. അഗ്നിഹോത്രിയുടെ വംശജരായ കൂടല്ലൂർ തറവാട്ടിലെ മലയാളി നമ്പൂതിരിമാർ. സംസ്കൃതമായിരുന്നു ഒരു കാലത്ത് മനയിലെ വ്യവഹാര ഭാഷ. മനയിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. മനയിലേക്ക് വരുന്നവർക്കുള്ള സന്ദർശന സമയം എന്ന് പറയുന്നത് ഞായർ ബുധൻ ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ്. മനയോട് ചേർന്ന് തന്നെയാണ് നാഗലശ്ശേരി പോസ്റ്റ് ഓഫീസും സ്ഥിതി ചെയ്യുന്നത്. ഇത് തന്നെ കാണാൻ ഒരു ഭംഗിയേറിയ കാഴ്ചയാണ്. മനയിലേക്ക് വരുന്നതിന് പട്ടാമ്പിയിൽ നിന്നും 8 കിലോമീറ്റർ യാത്ര ചെയ്ത് വാവന്നൂർ എന്ന സ്ഥലത്തു നിന്നും 1.5 കിലോമീറ്റർ ഉള്ളിലേക്ക് യാത്ര ചെയ്താൽ കൂടല്ലൂർ മനയിൽ എത്തിപ്പെടാം.